ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാരെ വഞ്ചിച്ച് വീണ്ടും സർക്കാർ. വേതന വർധനവ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒളിച്ചുകളി തുടരുകയാണ് മാനേജ്മെന്റും സർക്കാരും. അടിസ്ഥാന വേതനത്തിൽ മാറ്റം വരുത്താതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നഴ്സുമാർ. ജൂബിലി മിഷൻ ആശുപത്രിക്ക് മുൻപിൽ നഴ്സുമാർ നടത്തുന്ന ശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് ഇന്നലെ സർക്കാർ തല ചർച്ച നടന്നത്. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിലും മിനിമം വേതന നയം സർക്കാർ പാസാക്കിയാലേ അടിസ്ഥാന വേതനം വർദ്ധിപ്പിക്കാൻ കഴിയൂവെന്ന നിലപാടിലാണ് മാനേജ്മെന്റ്. ഓൾ ഇന്ത്യയിൽ ലേബർ കോഡ് ഉണ്ട്. ഓൾ ഇന്ത്യ ലേബർ കോഡ്. ആ ലേബർ കോഡിൻ്റെ ബേസിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് മിനിമം വേജസ് തീരുമാനിക്കേണ്ടത്. ആ മിനിമം വേജസിൻ്റെ ബേസിൽ സ്ഥാപനങ്ങൾക്ക് ഫെയർ വേജസ് നിശ്ചയിക്കാം. ഇവർ 40,000 മിനിമം വേജസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് സമരം നടത്തിയത്. ഇത് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് മാത്രമാണ്. മിനിമം വേജസ് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എന്നാൽ മിനിമം വേതന നയത്തിൽ ഉടനടി പരിഹാരം കാണാൻ കഴിയില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരും. ലേബർ കോഡ് അടിസ്ഥാനത്തിലുള്ള നയം 2 മാസത്തിനകം മാത്രമേ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ ഈ നിയമം പബ്ലിഷ് ചെയ്യാൻ നോക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനേജ്മെന്റുമായി ഒത്തുകളിച്ചുകൊണ്ട് സർക്കാർ സമരമിരിക്കുന്ന നഴ്സുമാരെ വഞ്ചിക്കുകയാണ്. വേതന വർധനവ് അടക്കമുള്ള ആവശ്യങ്ങളിൽ പരിഹാരം കാണാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് നഴ്സുമാരുടെ സമരസമിതി. അടിസ്ഥാന വേതനം പോലുമില്ലാതെയാണ് ആശുപത്രിയിൽ നഴ്സുമാർ ജോലി ചെയ്തിരുന്നത്. വിവാദ ഉത്തരവുകൾ ശരവേഗം പാസാക്കുന്ന UDF സർക്കാരിന് നഴ്സുമാരുടെ പ്രതിസന്ധിയോട് മുഖം തിരിഞ്ഞ നിലപാടാണുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.